നമ്മളിനി മലപ്പുറത്തേക്കാണ്, തിരൂർ തുഞ്ചൻ പറമ്പിലേക്ക്. അരുൺ അമർനാഥ് ഉണ്ട് അവിടെ. അരുൺ, തിരൂർ തുഞ്ചൻ പറമ്പ് എന്തുകൊണ്ടും ശ്രേഷ്ഠമായ ഇടങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഒരുപാട് പേരുടെ കരച്ചിലൊക്കെ കേൾക്കാനുണ്ട്. എന്താണ് അവിടെ നിലവിൽ അവിടെ നിന്നുള്ള വിശേഷങ്ങൾ, വിവരങ്ങൾ അരുൺ? അതേ മോത്തി, സമ്മിശ്ര ഭാവങ്ങളാണ്. കരച്ചിലുണ്ട്, നിർവികാരതയുണ്ട്, വളരെ ഹാപ്പിയായി, അല്ലെങ്കിൽ ഇതൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ വന്ന് ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ആയി, അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡൊക്കെ ആയി വന്ന് പോകുന്ന കുരുന്നുകളുണ്ട്. ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിലാണ് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. ആൾ കുറച്ച് വാശിയിലാണെന്ന് തോന്നുന്നു. ഒരു അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അവസാനം ഒരു വിധേനയാണ് എന്തായാലും സമ്മതിച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ രസകരമായ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ അത്രയും നിഷ്കളങ്കമായ കാഴ്ചകൾ തന്നെയാണ്. അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുകയാണ്. അപ്പോൾ തുടക്കം മികച്ച ഒരു തുടക്കത്തിലേക്കുള്ള എല്ലാ സമ്പന്നമായിക്കൊണ്ട് തന്നെ അറിവിലേക്ക് തുടക്കം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് വളരെ ഉത്സാഹത്തോടെ രക്ഷിതാക്കളൊക്കെ കുട്ടികളുമായി എത്തുന്നത്. ഒപ്പം തന്നെ എഴുത്താശന്മാരും സാഹിത്യകാരും ഒക്കെ അതിലേറെ സന്തോഷത്തിലാണ്. ഒരു നീണ്ട നിര തന്നെ ഇപ്പോൾ നമുക്ക് തിരൂർ തുഞ്ചൻപറമ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ മണിക്കൂറിലും ഇങ്ങനെ ആളുകളുടെ എണ്ണം ക്രമേണ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആകെ അത്തരത്തിൽ ഒരു പോസിറ്റീവ് അന്തരീക്ഷം തന്നെ. കൊച്ചുങ്ങളുടെ ഒരു ഭാവം, നേരത്തെ മൂത്തിയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളുടെ നിഷ്കളങ്കമായ ഭാവങ്ങൾ നമ്മുടെ വിവിധ പോസുകൾ കാണുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ കൂളായി പോസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നേരത്തെ കരച്ചിലാണ് കണ്ടെങ്കിൽ വളരെ കൂളായി, വളരെ നിർവികാരതയോടെ തന്നെ അത്തരത്തിൽ എഴുത്തിനിരിക്കുന്ന, വിദ്യാരംഭം കുറിക്കുന്ന ഒരുപാട് കുരുന്നുകളെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അത് മനോഹരമായ കാഴ്ചകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും മാതൃഭൂമിയുടെയും ആശംസകൾ ഈ കുരുന്നുകൾക്ക് നേരുകയാണ്. വളരെ മനോഹരമായി തന്നെ തുടക്കം കുറിച്ച് ഭാവിയിലേക്ക് അടയാളപ്പെടുത്താൻ അവർക്കും പറയാൻ ഈ എഴുത്തിനെഴുത്തുമായി ബന്ധപ്പെട്ട് നല്ല മുഹൂർത്തം ഉണ്ടാകട്ടെ, അത്തരത്തിലുള്ള ഒരു ജീവിതം തന്നെ അവർക്ക് ഉണ്ടാകട്ടെ എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ രാഹുലും ഒക്കെ പറഞ്ഞ ഒരു പ്രധാന കാര്യം, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഈ എഴുതിയത് എങ്ങനെയാണ്, ആരാണ് നമ്മളെ എഴുതിച്ചത്, ആ ദിവസം നമ്മളെങ്ങനെയായിരുന്നു കടന്നുപോയത്, നമ്മുടെ മുഖഭാവവും നമ്മുടെ അവസ്ഥയും എങ്ങനെയായിരുന്നു, ഇതൊന്നും ഒരു പക്ഷേ രേഖപ്പെടുത്തി വച്ചിട്ടില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഒരാൾ എഴുതുകയാണെങ്കിൽ ഒപ്പം കുടുംബാംഗങ്ങളായ 10-15 പേരെങ്കിലും ആ ശുഭമുഹൂർത്തം, ആ നിമിഷം ചിത്രീകരിച്ച് സൂക്ഷിക്കാനുണ്ട് എന്നതാണ്. എല്ലാ കാലവും അവർക്കത് ഓർത്തു വയ്ക്കാൻ സന്തോഷമുള്ളതാണ്. ഇനി അത് സമൂഹ മാധ്യമത്തിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും നശിച്ചു പോകാതെ അത് അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും.